സാധാരണ അമ്പലങ്ങളിൽ പള്ളിയിലൊക്കെ പോകുമ്പോൾ പ്രാർത്ഥിക്കുന്നത് തന്നെ എന്നാന്ന് പറഞ്ഞു. അപ്പോഴാണ് ഇത്ര വലിയ ഡയലോഗ് പറയുന്നത്. അതാണ് ഞാൻ ബാക്ക്ഗ്രൗണ്ട് വോയിസ് കൊടുക്കുന്നത്. ചാറ്റുപേട്ടയ്ക്കടുത്ത് അരുവിത്തറ വല്യച്ഛൻ്റെ പള്ളിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. മാസ്ലിഹ 3 പര്യടനങ്ങൾ നടത്തിയെന്നാണ് ബൈബിൾ പറയുന്നത്. ഒന്നാമത്തെ പര്യടനം പള്ളി സ്ഥാപിച്ചു. രണ്ടാമത്തെ പര്യടനം തമിഴ്നാട് ഭാഗങ്ങളിലാണ്. മൂന്നാമത്തെ പര്യടനം മലയാറ്റൂർ പള്ളി, അരുവിത്തറ പള്ളി. ഇപ്പോൾ ആ മൂന്നാമത്തെ പര്യടനം നടത്തിയ അരുവിത്തറ പള്ളിയിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. പള്ളി കണ്ടാൽ തന്നെ മനസ്സിലാവും ഹൈന്ദവ ക്ഷേത്ര മാതൃകയിൽ ഗ്രാനൈറ്റ് കല്ലുകൊണ്ട് നിർമ്മിച്ചതാണെന്ന്. 16-ാം നൂറ്റാണ്ടിലെ പള്ളി 1951 പൊളിച്ചു മാറ്റി ഈ രീതിയിൽ സ്ഥാപിച്ചു. ഞാൻ രമേഷ്, വെൽക്കം ടു മലനാട് വ്ലോഗർ. ഈ പള്ളി സത്യത്തിൽ കന്യാമറയത്തിന് വേണ്ടി നിർമ്മിച്ചതാണ്. പിന്നെ എങ്ങനെയാണ് അരുവിത്തറ വല്യച്ഛൻ്റെ പള്ളിയായത്, അതായത് ഗീവർഗീസ് പുണ്യാളൻ്റെ പള്ളിയായത്? അതൊരു വലിയ കഥയാണ്, പറയാം. ആദ്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ഓൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, കഥയിലേക്ക് കടക്കാം. കമോൺ എവരിബഡി. നിനച്ചിൽ നദി വഴി തീരത്തെത്തിയ വിശുദ്ധ തോമാസ്ലിഹ ഈ പള്ളി ഇപ്പം സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലത്ത് കുരിശ് നടുകയും ക്രിസ്തുവിശ്വാസം പ്രസംഗിച്ച് പിന്നീട് പല കുടുംബങ്ങൾ ക്രിസ്തുമതം സ്വീകരിക്കുകയും ചെയ്തു. തന്നെ 1-ാം നൂറ്റാണ്ടിൽ കന്യാമറയത്തിനു വേണ്ടി പള്ളി സ്ഥാപിക്കുകയാണ് ചെയ്തത്. 14-ാം നൂറ്റാണ്ടിൽ നിലയ്ക്കലിൽ പ്രളയം വന്നപ്പോൾ സെന്റ് തോമസ് സ്ഥാപിക്കപ്പെട്ട ചായൽ ചർച്ച് ഉൾപ്പെടെ നിരവധി നാശനഷ്ടം. അന്ന് തന്നെ നാക്ക് കുറച്ച് പൊള്ളി, മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇല്ലാതെ ചൂട് ചായ കുടിച്ചാണ്. ഓക്കെ, കാര്യത്തിലേക്ക് കിടക്കാം. അങ്ങനെ നാശനഷ്ടങ്ങൾ വന്നപ്പോൾ നിരവധി കുടുംബങ്ങൾ അരുവിത്തറയിൽ കുടിയേറി. കുടിയേറ്റക്കാർ അവരതിനോടൊപ്പം തന്നെ ഗീവർഗീസ് പുണ്യാളൻ്റെ പ്രതിമയും കൂടെയാണ് കൊണ്ടുവന്നത്. ഗീവർഗീസ് പുണ്യാളനെ കൊണ്ടുവന്ന പാടെ പള്ളിയുടെ വലത് ഭാഗത്ത് ആയിട്ട് ചെറിയൊരു അൽത്താര പണിത് അവിടെ സ്ഥാപിക്കുകയാണ് ചെയ്തത്. പ്രതിമ കൊണ്ടുവന്ന ശേഷം ആളുകൾക്ക് വിശുദ്ധനിലേക്ക് അഞ്ചലമായ വിശ്വാസമുണ്ടായി തുടങ്ങി. അരുവിത്തുറ വല്യച്ഛൻ്റെ അനുഗ്രഹം തേടി ദൂരെന്ന് വരെ ആളുകൾ വരാൻ തുടങ്ങി. 16-ാം നൂറ്റാണ്ടിൽ പള്ളി പുതുക്കി പണിയുന്നതോടൊപ്പം അദ്ദേഹത്തിൻ്റെ പ്രതിമ ബലിപീഠത്തിന് മുകളിലുള്ള മധ്യഭാഗത്ത് സ്ഥാപിക്കുകയും തൽഫലമായി സെൻറ് മേരീസ് ചർച്ച് അരുവിത്തുറ വല്യച്ഛൻ്റെ ചർച്ചായി അറിയപ്പെടുന്നു. അരുവിത്തുറ വല്യച്ഛൻ മതവ്യത്യാസമില്ലാതെ ആളുകളെല്ലാവരും ഈ പള്ളിയിൽ സന്ദർശിക്കുന്നുമുണ്ട്. മെഴുകുതിരി കത്തിച്ച് വല്യച്ഛനെ പ്രാർത്ഥിക്കുന്നുമുണ്ട്. ഇവിടെ ഹൈന്ദവ ക്ഷേത്ര മാതൃകയിൽ ഒരു വിളക്ക് വയ്ക്കുന്നുണ്ട്. ആ ഒരു വിളക്കിൽ എല്ലാവരും എണ്ണ ഒന്ന് ഒഴിക്കുന്നുണ്ട്. അതൊരിവിടെ പ്രധാനപ്പെട്ട വഴിപാടും കൂടെയാണ്. ഇവിടെ വരുന്ന സ്ഥിരം കാഴ്ചയാണ് അരി വറുത്ത് നേർച്ച വയ്ക്കുക. ഇവിടെ നേർച്ച വച്ചാൽ അത് തീർച്ചയായിട്ടും ഫലിച്ചിരിക്കും. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഇപ്പോൾ ഇവിടെ വന്നാലും അരി വറുത്ത് നേർച്ച ഇവിടെ ആൾക്കാർ ചെയ്യാറുണ്ട്. കഥ തീർന്നില്ല, കഥ ഇനിയുമുണ്ട്. ഈ പള്ളി ഇങ്ങനെ ആവാൻ കാരണം ഞാൻ പറയാം. 16-ാം നൂറ്റാണ്ടിൽ പണിത പള്ളി 1951 പൊളിച്ചു മാറ്റി ഈ രീതിയിൽ വലിയൊരു ഭീമാകാരമായ, നല്ല അത്ഭുതകരമായ ഒരു പള്ളി പണിയുകയാണ് ചെയ്തത്. ഗോതിക് ശൈലിയിൽ കുരിശിൻ്റെ ആകൃതിയിലുള്ള കെട്ടിട ശൈലിയാണ് ഈ പള്ളിയിൽ കാണപ്പെടുന്നത്. പടിഞ്ഞാറോട്ട് അഭിമുഖമായി ഇരിക്കുന്ന ഈ പള്ളി 1952 പണി പൂർത്തിയായി. പള്ളിയുടെ റൂട്ടും എല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അത് ചെക്ക് ചെയ്യുക. ഏപ്രിൽ 15 മുതൽ മെയ് 2 വരെയാണ് ഇവിടെ തിരുനാൾ. മതവ്യത്യാസമില്ലാതെ എല്ലാവരും ഒത്തുകൂടുന്ന ഈ തിരുനാളിന് വളരെയേറെ സവിശേഷതയുണ്ട്. വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ഇവിടുത്തെ വല്യച്ഛൻ്റെ രൂപം പ്രധാനപ്പെട്ട അൽത്താരയിൽ നിന്നും പുറത്തോട്ട് എടുത്തുകൊണ്ട് വരുന്നത്. വല്യച്ഛനെ എടുത്തുകൊണ്ട് വരുന്ന ആ ഒരു ദിവസത്തിന്, ആണ്ടിലൊരിക്കൽ ആ ഒരു ദിവസത്തിന് ആളുകൾ ഒത്തുകൂടുന്നു. ഇവിടെ നിന്നൊക്കെയോ കുറേ ആളുകൾ വന്ന് ഈ ഒരു തിരുനാളിന് വേണ്ടി ഒത്തുകൂടുന്നു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ശില്പലിഖിതങ്ങൾ മണ്ണിനടിയിൽ നിന്നും കിട്ടിയതാണ്. 1929 പണി പൂർത്തിയാക്കിയ വൈദിക മന്ദിരങ്ങളിൽ വച്ചിരിക്കുന്നു. നിങ്ങളിപ്പോൾ കാണുന്ന ഈ ഒരു കെട്ടിടമില്ലേ, അതാണ് വൈദിക മന്ദിരം. അതിൽ ചുവരിൽ നിൽക്കുന്ന ആ ഒരു ലിഖിതങ്ങൾ, അതാണ് പ്രാചീന മലയാള ഭാഷയിലുള്ള കൃതികളാണ് അതിൽ കാണപ്പെടുന്നത്. പള്ളിയുടെ പഴക്കം പറയാൻ മറ്റൊരു ഉദാഹരണം തന്നെയാണ് ഈ ഒരു ശില്പലിഖിതങ്ങൾ.
പറഞ്ഞ ഈ ഒരു കഥ അത് ഈ ശില്പലിഖിതങ്ങളിൽ നിന്നും എടുത്തതാവാം. ക്ഷമിക്കണം, കഥയല്ല, സംഭവക്കഥ. ആണ്ടിലൊരിക്കൽ മാത്രമേ പ്രധാനപ്പെട്ട ഈ ഒരു ചടങ്ങ് നടക്കുള്ളൂ. അതായത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വിശുദ്ധ ഗീവർഗീസ് പുണ്യാളനെ പുറത്തേക്കെടുക്കുന്ന, അൽത്താരയിൽ നിന്ന് പുറത്തേക്കെടുക്കുന്ന ചടങ്ങ്. അതിനുശേഷം ഗീവർഗീസ് പുണ്യാളനെ വീഞ്ഞിൽ കുളിപ്പിക്കുന്ന ഒരു ചടങ്ങുമുണ്ട്. ശേഷം 23-ാം തീയതി രാവിലെ പുനഃപ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നു. 24-ാം തീയതി പ്രധാനപ്പെട്ട ദിനമാണ്, ഗീവർഗീസ് പുണ്യാളന്റെ പ്രധാനപ്പെട്ട ദിനമാണ്. ഈ ഒരു കൽപ്പന 1914 മാർപ്പാപ്പ ഈ കൽപ്പന നൽകിയതാണ്. അതും 10ാമത്തെ മാർപ്പാപ്പ ഈ കൽപ്പന നൽകിയതാണ്. അതായത് ഈ പള്ളി സമർപ്പിച്ചതാണ്. 25 എന്ന ദിവസമുണ്ടെങ്കിൽ, ഏപ്രിൽ 25 എന്ന ദിവസമുണ്ടെങ്കിൽ ഇവിടെ നിന്നും കുടിയേറി പാർത്തവരും ഇവിടെ നിന്നും പോയവരും ഇവിടെ നിന്ന് വിദേശത്തൊക്കെ പോയ ആൾക്കാർ ആ ഒരു ദിവസം ആകുമ്പോൾ കൃത്യം ഈ പള്ളിയിൽ വരികയും ഉത്സവത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്നു. ഇവിടെ എനിക്ക് ആകർഷണീയമായി തോന്നിയതാണ് സ്വർഗവും നരകവും. ഈ താഴെ കാണുന്ന സ്വർഗവും താഴെ കാണുന്ന നരകവും മുകളിലേക്കും സ്വർഗമാണെന്ന് തോന്നുന്നു. പൈശാചിക ബന്ധങ്ങളിൽ നിന്നും തിന്മകളിൽ നിന്നും സംരക്ഷിക്കാനായി നിരവധി ആളുകൾ വെള്ളിയാഴ്ചകളിൽ ഒത്തുചേരുന്നു. വെള്ളിയാഴ്ച ദിവസങ്ങളിലാണ് ഇവിടെ ഏറെ പ്രത്യേകത. വെള്ളിയാഴ്ചയാണ് ഇവിടുത്തെ അരുവിത്തുറ വല്യച്ഛൻ്റെ സാന്നിധ്യം തേടി ആളുകളെല്ലാം വരുന്നത്. എല്ലാവർക്കും അരുവിത്തുറ വല്യച്ഛൻ, അതായത് ഗീവർഗീസ് പുണ്യാളന്റെ അനുഗ്രഹം കിട്ടട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ കണ്ടവരെല്ലാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ അൽഫോൻസാമയുടെ ശവകുടീരം ഇവിടുന്ന് 7 കിലോമീറ്റർ ഉള്ളൂ. നിങ്ങൾ അവിടെ സന്ദർശിക്കുവാണെങ്കിൽ നിങ്ങൾ ഈ പള്ളിയും ഒന്ന് സന്ദർശിക്കുക. ഇത് രസമല്ലേ, നോക്കൂ. എന്തായാലും അകത്തുള്ള പുണ്യാളനെ വീഡിയോ എടുക്കണം ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. നമ്മളൊരു സ്ഥലത്ത് പോകണമെങ്കിൽ അവിടുത്തെ മര്യാദ ഉറപ്പായിട്ടും നമ്മൾ പാലിക്കണം. ഒരു ക്ഷേത്രത്തിൽ പോകണമെങ്കിൽ ആ ഒരു ക്ഷേത്ര പ്രതിഷ്ഠ നമ്മൾ ഒരിക്കലും വീഡിയോ എടുക്കില്ല. അതുപോലെയാണ് ഇവിടുത്തെ പുണ്യാളനെ ഞാൻ വീഡിയോ എടുക്കുന്നില്ല തന്നെ വെച്ചു. പലരും സോഷ്യൽ മീഡിയകളിൽ ഇതുപോലെ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുന്ന ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇനി ഒരിക്കലും വീഡിയോ ചെയ്യാതിരിക്കുക. നമ്മൾ ഒരു സ്ഥലത്ത് പോകണമെങ്കിൽ ആ സ്ഥലത്തെ മര്യാദ ഉറപ്പായിട്ട് പാലിക്കണം. തൊടുപുഴ, പാല, ഈരാറ്റുപേട്ട ആ ഒരു വഴിയിൽ തീർച്ചയായിട്ടും ഈ ഒരു സ്ഥലം സന്ദർശിക്കാം. ഏറ്റവും എളുപ്പത്തിൽ സന്ദർശിക്കാവുന്നതാണ്. ഇതിൽ നിന്ന് പല വഴികൾ പോകുന്നുണ്ട്. ഈ ഒരു വഴി നാട്ടിയാണ് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ഈ ഒരു ജില്ലയിൽ നിന്ന് മധ്യഭാഗമാണ് ഈ ഒരു സ്ഥലം. പ്രധാനപ്പെട്ട റോഡ് അരികിലായതുകൊണ്ട് ബസ് എളുപ്പത്തിൽ ലഭ്യമാണ്. കൂടാതെ പാർക്കിംഗ് സൗകര്യവും ഇവിടെ ധാരാളമാണ്. ഒരു നല്ല വീഡിയോ കാണണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇൻസ്റ്റാഗ്രാമിൽ സെർച്ച് ബട്ടണിൽ പോയി മലനാടിൻ്റെ വ്ളോഗർ, കൃത്യമായ സ്പെല്ലിംഗ് എന്ന് നോക്കണേ, മലനാടിൻ്റെ വ്ളോഗർ, എന്നിട്ട് അത് ടൈപ്പ് ചെയ്ത് എന്നെ ഫോളോ ചെയ്യുക.